السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا وما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي. ارتكبت على الخطا
غير حسر وعذاب لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للغطاء يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافيع الأبطحي والحبيب العربي അർഹം റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബ പരമ്പരകളിലും അല്ലാഹു അവൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്റത്തുൽ മുൻതഹ എന്ന പ്രാർത്ഥനാ മജ്ലിസ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, ദുആ വസിയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും മുറാദുകൾ അല്ലാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളൊക്കെ എന്തെല്ലാം പ്രയാസവും രോഗവുമായിട്ട് ആരെല്ലാം ദുആ വസിയത്ത് ചെയ്തോ അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ നാഥൻ സ്വീകരിക്കട്ടെ. സലാം കൊണ്ട് സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന തൻസിലിൻ്റെ കുടുംബം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖ് എന്ന സഹോദരൻ നാഥൻ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു അവരുടെ കുടുംബത്തിൽ അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസാ നാസർ എന്ന യൂട്യൂബ് ചാനലിലൂടെ തത്സമയം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഖൈറായ ഭവനം അല്ലാഹു തആല ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറിന്റെ വഴികളും അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ആരെല്ലാം കുടുംബത്തിൽ നിന്ന് മണ്ണറ ജീവിതം നയിക്കുന്നുവോ അല്ലാഹു തആല എല്ലാവരുടെയും മണ്ണറ ജീവിതം അല്ലാഹു സുഖത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി നാഥൻ പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഇന്നത്തെ ദിവസം ഈ ഒരു രാത്രി കഴിഞ്ഞാൽ നാളെ ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15 നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അതല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മിലേക്ക് കടന്നു വരുന്ന ഓഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നാം എപ്പോഴും വാഴ്ത്തി പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് 15. ആ ഓഗസ്റ്റ് 15 നമ്മിലേക്ക് ഈ ഒരു രാത്രി കഴിഞ്ഞാൽ കടന്നു വരിക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു ഓഗസ്റ്റ് 15 നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ ഓഗസ്റ്റ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ന് ഈ ഒരു രാത്രി കഴിയുമ്പോൾ നാളെ ലോകത്തുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന, നെഞ്ചിലേറ്റുന്ന ഓരോ മനുഷ്യനും അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കഴിഞ്ഞുപോയി ഇന്നലകളിൽ ഈ ഇന്ത്യക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കും. നമുക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മുൻഗാമികൾ സഹിച്ച, ആരൊക്കെയാണോ
ആരാണോ ഇവിടെ ജീവിച്ചിരുന്നത്, അത് ക്രൈസ്തവനായിക്കൊള്ളട്ടെ, അത് ഹൈന്ദവനായിക്കൊള്ളട്ടെ, അത് മുസ്ലിമീങ്ങളായിക്കൊള്ളട്ടെ, അവരൊക്കെ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിന്നിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു സന്ദേശത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന്, ആ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതം തന്നെ അവരെ അടിയറവ് വെച്ച് കളഞ്ഞ, അവരുടെ ചരിത്രങ്ങളെ സ്മരണകളായി, അവരുടെ ചരിത്രങ്ങളെ, അവരുടെ ചരിത്ര താളുകളെ സ്മരിക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15. അല്ലാഹു തആല അബ്ദുൽ നാസർ എന്ന സഹോദരനാഥൻ സ്വീകരിക്കട്ടെ, മറിയം എന്ന സഹോദരി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ 2023 ഓഗസ്റ്റ് 15 നാളെ നമ്മിലേക്ക് കടന്നു വരുമ്പോ വീണ്ടും നാം നമ്മുടെ ആ ഇന്ത്യയുടെ പതാക ഓരോ തെരുവോരങ്ങളിലും, നമ്മുടെ സ്ഥാപനങ്ങളിലും, നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നാമുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും നാം ഉയർത്തുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു ഓർമ്മയാണ് നാം ഒന്നുകൂടി ആ ഓർമ്മയാണ് നാം സ്മരിക്കുന്നത് എങ്കിൽ 1944 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നാം പറഞ്ഞു വാഴ്ത്തി പുകഴ്ത്തി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇപ്പൊ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു മനുഷ്യന് നടക്കാൻ കഴിയുമോ? സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങാൻ ഒരു മനുഷ്യന് കഴിയുന്ന അവസ്ഥയിലൂടെയാണോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നാം ചിന്തിക്കണം, വളരെയേറെ ചിന്തിക്കണം. നാളെ ഓഗസ്റ്റ് 15 നാം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടേതായ സ്ഥാപനങ്ങളിൽ, നാം എവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ നാടുകളിലൊക്കെ നാം കൊടി പതാക ഉയർത്തുമ്പോഴും നമ്മുടെ ചിന്തകളൊന്നുകൂടി ഉണരേണ്ടുന്ന ഒരു സമയമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയെന്ന് 1000 പ്രാവശ്യം ആവർത്തിച്ച് ഞാനും നിങ്ങളും വാഴ്ത്തി പുകഴ്ത്തുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറുഭാഗം നാം ഒന്ന് ചിന്തിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വക്കിലല്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ കഴിയുമായിരുന്നു, ഇഷ്ടമുള്ള വസ്ത്രമണിയാൻ കഴിയുമായിരുന്നു. ഓരോ ഭാരതത്തിന്റെ മനുഷ്യനും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിൽ ഉണ്ടാകുമായിരുന്നു. ഇന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ അവൻ എന്ത് കഴിക്കണം, അവൻ എന്തൊടുക്കണം, അവൻ എന്ത് തീരുമാനിക്കണമെന്ന് മറ്റൊരുത്തൻ തീരുമാനിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക? എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം കണ്ടെത്തുക? ആർക്കാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം ഈ ലോകത്ത് കിട്ടിയത്? വളരെയേറെ പഠിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, ഏത് രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോട് പോരാടാൻ കടന്നു വരുമ്പോഴും നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയോടൊപ്പം നിൽക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. എത്ര വലിയ നാമുമായി ബന്ധപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തേക്ക് ആക്രമിക്കാൻ കടന്നു വരുന്നുവെങ്കിൽ, അത് നമുക്ക് വേണ്ടപ്പെട്ട എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത് എങ്കിലും നാം തിരിച്ചറിയണം, ആ സമയത്ത് നമ്മുടെ കടമ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കലാണ്. അവിടുത്തെ പ്രാധാന്യം കൊടുക്കൽ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹമാണ്, സ്വന്തം രാജ്യത്തോടുള്ള വിശ്വാസമാണ്. അത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ എപ്പോഴും ഓർമ്മയായി, ഒരു സ്മരണയായി, അലയൊലികളായി എപ്പോഴും ആ ഒരു ചിന്തയുണ്ടാകണം. ഇന്ത്യ, നമ്മുടെ ഇന്ത്യ, ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ പാശ്ചാത്യ സമൂഹങ്ങൾ പോലും നാം എപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളെ കുറിച്ച് എപ്പോഴും അവരെ നാം അടിച്ചമർത്തി സംസാരിക്കാറുണ്ട്. പാശ്ചാത്യന്റെ സംസ്കാരത്തെ മുഴുവനും നാം കാറ്റിൽ പറത്തിയ നിലയിൽ ആ പാശ്ചാത്യ സംസ്കാരത്തിന് നാം പുച്ഛിച്ച് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്യൻ കൺട്രികള് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ന് പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടേതായ ഈ ഒരു മഹത്വം ലോകം മുഴുവനും തിരിച്ചറിയുമ്പോഴോ ഇന്ന് ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയെ നാം ഒന്ന് പഠിക്കണം. ഇന്ന് എവിടെയാണ് സ്വാതന്ത്ര്യം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഓഗസ്റ്റ് 15 ഓരോ ദിവസവും നാം വാഴ്ത്തി പുകഴ്ത്തി പാടുമ്പോ സത്യത്തിൽ എവിടെയാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ
ഇഷ്ടമുള്ള ആഹാരം കഴിച്ചതിന്റെ പേര് ഒരു മനുഷ്യനും ഈ ലോകത്ത് മരണത്തിനെ സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചതിന്റെ പേരില് കൊന്നൊടുക്കി എത്ര മനുഷ്യ ശരീരങ്ങളാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചതിന്റെ പേരില് എത്ര സഹോദരങ്ങളെയാണ് ഇന്ത്യയിലുള്ള ഓരോ ക്രൂരന്മാരും കൊന്നൊടുക്കിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ വക്കീലല്ല. ഇപ്പോഴും ഇന്ത്യ നിൽക്കുന്ന ഒരു ഭീതിയുടെ വക്കീല. ഈ ഇന്ത്യയുടെ ഭരണാധികാരികൾ മുഴുവന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെ തുലച്ച് മുഴുവനും ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ യശസ് തകരുകയാണ്, ഇന്ത്യയുടെ അഭിമാനം നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് വീണ്ടും ഒരു ആഗസ്റ്റ് 15 നമ്മിലേക്ക് കടന്നു വരുമ്പോ ഈ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങള്, അവർ സഹിച്ച പീഡനങ്ങൾ, യാതനകളെ കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ ഒന്നുകൂടെ ഇന്ത്യ ഒന്ന് സ്മരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നാം കൊതിക്കണം, നാം ജീവിക്കേണ്ടുന്നത് ഇന്ത്യയിലാണ്. ആരൊക്കെ പറഞ്ഞാലും, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് നമ്മെ നാട് കടത്താനുള്ള കുതന്ത്രങ്ങൾ മെനയുമ്പോൾ ആ സമയത്ത് നാം കൊതിക്കാറുണ്ട്, എന്താണ് ഇത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തുള്ള എല്ലാ സ്കൂളുകളിലും ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്റെ സഹോദരങ്ങളാണെന്ന് വാഴ്ത്തി പുകഴ്ത്തി പറയിപ്പിക്കുമ്പോഴോ സഹോദരങ്ങളെ ചിന്തിക്കണം, നാം കൊതിക്കുന്നത് ഇന്ത്യയാണ്. സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇന്ത്യയാണ് ഞാനും നിങ്ങളും കൊതിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? മാറി മറിയുകയാണ്. വല്ലാത്തൊരു ഭീതിയിലൂടെയാണ് ഇന്ത്യ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കൊതിക്കാൻ, നാം ആഗ്രഹിക്കുകയാണ്, നാം ജീവിക്കേണ്ടത് ഇന്ത്യയിലാണ്. ആരൊക്കെ ഇന്ത്യയിൽ നിന്നും നമ്മെ നാട് കടത്താൻ ശ്രമിക്കുമ്പോഴും സത്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പുകഴ്ത്തുമ്പോഴോ നമുക്കൊന്നുകൂടെ ചിന്ത ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ജീവിക്കേണ്ടത് ഇന്ത്യയിലാണ്, സമാധാനത്തോട് കൂടി ജീവിക്കേണ്ടത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. നാം ജനിച്ച ഇന്ത്യ, നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ, നാളെ നാം മരിക്കാൻ കൊതിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുമ്പോ അത് മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ലോകത്തുള്ള ഓരോ മതവിശ്വാസികൾക്കും തോളോട് തോൾ ചേർന്ന് നിന്ന് ലോകത്തിന്റെ ഭരണഘടന അംഗീകരിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന ഇന്ത്യ. അതുകൊണ്ട് നാം കൊതിക്കണം, ഈ ഇന്ത്യയെ നാം കൊതിക്കണം. എങ്ങനെയാണ് നമുക്ക് ഇന്ത്യ ഏറ്റവും മഹത്തരമേറിയത്? എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഇത്രയും വലിയ ഉന്നത സ്ഥാനങ്ങൾ വന്നതെന്നറിയുമോ? മറ്റ് രാജ്യങ്ങളിലില്ലാത്ത അത്രയും നല്ല ഭരണഘടനയുടേതായ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി ഇന്ത്യ. പക്ഷെ ആ ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുട്ടിന്റെ ശക്തികൾ, കാബാലികന്മാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം തിരിച്ചറിയണം, നാം കൊതിക്കണം. പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശിന് കഴുത്തിൽ കുരിശ് ചാർത്തിയ അമ്മയുടെ മകനും തോളോട് തോൾ ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ ഇന്ത്യ ആരുടെ മുമ്പിലും അടിയറവ് വെക്കേണ്ടതല്ല. ഈ ഇന്ത്യയിലാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം കൊതിക്കേണ്ടത്. ഈ ഇന്ത്യയിലാണ് നാം ജനിച്ചത്, ഈ ഇന്ത്യയിലാണ് നാം ജീവിക്കേണ്ടത്, ഈ ഇന്ത്യയിൽ തന്നെയാണ് നാം മരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് നമുക്ക് കടമയും കടപ്പാടുമുണ്ട്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സമാധാനമുള്ള ഒരു ഇന്ത്യയെ അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാബാലികന്മാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അവസ്ഥ, ഇന്ത്യയെ വിറ്റ് മറ്റൊരുത്തന്റെ കൈവെള്ളയിലേക്ക് വിൽക്കുന്ന, ഇന്ത്യയെ വിറ്റ് മുഴുവനും തുടച്ചു മാറ്റുന്ന അവസ്ഥയിൽ ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ എന്ന മഹാരാജ്യം അത് യശസ്സോടെ ഉയർന്നു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഐക്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സാഹോദര്യത്തോടു കൂടി തോളോട് തോൾ ചേർന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജീവിക്കുന്ന നല്ല ദിനരാത്രങ്ങൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക്
ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോരിച്ചുകൊണ്ട് അല്ലാഹു തആല സമാധാനമുള്ള നല്ല അന്തരീക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലാഹു നൽകട്ടെ. ആക്രമിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന് അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിന്റെ, അവന്റെ സഹായത്തിന്റെ കരങ്ങളെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പീഡിപ്പിക്കപ്പെടുന്ന, ഇപ്പോഴും യാതനയും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ മുസ്ലിം സഹോദരങ്ങളുടേതായ അവസ്ഥ അല്ലാഹു മാറ്റിക്കൊടുത്ത് സന്തോഷത്തിന്റെ, ഒരു സന്തോഷിക്കാനുള്ള മാനസികമായ അന്തരീക്ഷങ്ങൾ അല്ലാഹു അവരുടെ ജീവിതത്തിൽ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. തിബ്ബുസ്സലാത്ത് ചൊല്ലി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നത് ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الرحيم. سلام قولا من رب 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 الرحيم. يا حي يا قيوم. 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 إلهي أنت مقصودي ورضاك مطلوبي
ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാർ നാഥൻ സ്വീകരിക്കട്ടെ. സജന ഐഷ എന്ന സഹോദരി നാഥൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നവർ ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാ സഹോദരിമാരെയും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും വരത്തിലും അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. മറിയം എന്ന സഹോദരി, ഹലീം എന്ന സഹോദരിയുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الله يرحم റഹീമായ നാഥാ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, പടച്ചവനെ ഞങ്ങൾ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ പരിപൂർണമായി ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ സഹോദരങ്ങൾ സഹോദരിമാർ ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്നവർ റബ്ബേ കമന്റിലൂടെ ദുആ വസിയത്ത് ചെയ്യാൻ അറിയാത്ത ഉമ്മമാരും ഉപ്പമാരും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ. മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളും പല ആവശ്യങ്ങളുമായി ദുആ വസിയത്ത് ചെയ്യുന്നവരാണല്ലാഹ്. അവരുടെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെയുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റഫീഖ് എന്ന സഹോദരൻ റബ്ബി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ കുടുംബത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. മഈശത്തിൽ വിശാലത കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ജീവിതത്തെ നീ ഞെരുക്കല്ലേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കാക്കണേ അല്ലാഹ്. പരലോകത്തിന് വേണ്ടി അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് അല്ലാഹുവേ നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ തൻസിലിന്റെ പഠനത്തിൽ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വാലിഹത്തുകളായ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹു പടച്ചവനെ പടച്ച തമ്പുരാനെ ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. സമാധാനവും സന്തോഷവും കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കല്ല. മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സജിന ഐഷ എന്ന സഹോദരിയെ നീ സ്വീകരിക്കല്ല. പടച്ചവനെ ആ സഹോദരി ചൊല്ലി ആയിരക്കണക്കിന് സ്വലാത്തുകൾ മുത്തു മുസ്തഫാന്റെ റൗദയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുത്തു റസൂലിന്റെ റൗദയിലെത്തി റബ്ബേ. അല്ലാഹുവേ അത് സ്വീകരിക്കപ്പെട്ട് ഞങ്ങൾക്കും ആ സഹോദരിക്കും എല്ലാം മുത്തു മുസ്തഫാന്റെ റൗദയിലെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ പാഴാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ നീ ഞങ്ങളെ പാഴാക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാരെയും സ്വീകരിക്കണേ അല്ലാഹ്. മുജീബുർ റഹ്മാൻ എന്ന സഹോദരനെ സ്വീകരിക്കല്ലാ. അദ്ദേഹത്തിന് നീ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. മക്കളുടെ പഠനത്തിൽ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ നീ സമാധാനം നിറയ്ക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മഈശത്തിന്റെ വഴികളിൽ നീ സാമ്പത്തിക സ്രോതസ്സിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. വിജയം കൊടുക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അബ്ദുൽ മജീദ് എന്ന പിതാവിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ കുടുംബത്തിലുള്ള കൊച്ചുമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. പഠനത്തിലെ പുരോഗതി, നല്ല ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവർക്കും നീ നിന്റെ കാവല് നൽകണേ അല്ലാഹ്. സാഹിര്യങ്ങളുടെ സിഹറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അസൂയാലുകളുടെ അസൂയകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കണ്ണേറിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സജിന ഐഷ എന്ന സഹോദരിയുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ പല ആവശ്യങ്ങളുമായി പലരും ദുആ ചെയ്യുന്നു. അവരുടെ
മനസ്സിന്റെ ഉള്ളറകൾ അറിയുന്നവൻ നീയാണല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. അടിച്ചമർത്തപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ നീ രക്ഷയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സന്തോഷത്തെ നീ സമ്മാനിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അടിച്ചമർത്തപ്പെടുന്ന ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, എല്ലാ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ശത്രുക്കളെ നീ തകർക്കണേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, പടച്ചവനെ പരിപൂർണമായി നീ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ നീ വിജയം നൽകണേ തമ്പുരാനെ. പടച്ചവനെ നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിലെല്ലാം ഖൈർ നൽകണേ അല്ലാ. രോഗവുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളുമായി ദുആവസിയത്ത് ചെയ്തവർ മാരകമായ രോഗങ്ങൾ ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ഉന്നതമായ നിലയിൽ പഠിച്ചു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, സൗദ എന്ന സഹോദരിയെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മകൻ മലേഷ്യയിലാണ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, മകൾ 8 മാസം അല്ലാഹു ഗർഭിണിയാണ്. അല്ലാഹുവേ, കുട്ടിയുടെ കിടപ്പ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണെന്നാണ് അറിയിക്കുന്നത്. ഹബീബായ മുത്തു മുസ്തഫാന്റെ പോരിശ കൊണ്ട് റബ്ബേ, സുഖപ്രസവം നീ നൽകണേ അല്ലാ. പ്രസവ സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഖൈറായ നിലയിൽ ആ പ്രസവ കാര്യങ്ങളെല്ലാം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പരീക്ഷണങ്ങളിൽ നിന്നും കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, മലേഷ്യയിലുള്ള സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, പ്രിയപ്പെട്ട സൗദ എന്ന സഹോദരിയുടെ ഉമ്മ ഖബറിലാണല്ലാ. നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഖബർ ജീവിതം ആനന്ദത്തിലാക്കണേ അല്ലാ. ഐശ്വര്യത്തിലാക്കണേ അല്ലാ. പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. ആരെയും നീ പാഴാക്കല്ലേ തമ്പുരാനെ. ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ. പടച്ചവനെ, പടച്ച തമ്പുരാനെ, നീ ആരെയും പാഴാക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, സിദ്റത്ത് മുന്തഹ എന്ന പ്രാർത്ഥനാ മജ്‌ലിസിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. പലരുടെയും ഉള്ളിൽ പല പല വിഷമങ്ങളാണ്, നീ സ്വീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നീ ദൂരീകരിച്ച് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് റബ്ബേ, മലേഷ്യയിലടക്കം നിൽക്കുന്ന സഹോദരൻ, അവരുടെയൊക്കെ ജീവിതങ്ങളിലും മഈശത്തിൽ, പഠനങ്ങളിലെല്ലാം നീ പുരോഗതി കൊടുക്കണേ അല്ലാ. ജീവിതങ്ങളിലും ജീവിത മാർഗങ്ങളിലൊക്കെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ സിദ്റത്തുൽ മുന്തഹ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലുള്ള സഹോദരിമാരെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, സഹോദരന്മാരെ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ആ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആരെല്ലാം ഉണ്ടോ ഇതിന്റെ അഡ്മിൻ പാനലുകൾ റബ്ബേ, അവരെ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ പ്രോഗ്രാമിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന അഡ്മിൻ പാനലുകൾ എല്ലാരെയും നീ സ്വീകരിച്ച് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ദുആ വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീൽ അംബിയാ മുർസലീൻ. അൽഹംദുലില്ലാഹ്. ആരൊക്കെ ദുആ വസിയത്ത് അറിയിച്ചോ നാഥൻ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവരെയും അല്ലാഹു പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഉള്ളിൽ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എല്ലാം നാഥൻ കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ചേരാൻ താല്പര്യമുള്ള സഹോദരങ്ങൾ, സഹോദരിമാര്
കമൻറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ നിലവിലുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇൻഷാ അല്ലാഹ് അതിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തആല ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന ദുആയോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.